ലക്ഷ്മണരുതിരമേകാന്തേ രാമദേവൻ തൃക്കടൽ കൂപ്പി വിനയാനനായി ചൊന്നാൽ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തരാവണനോട് അജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറൽ ചെയ്തിടണം. ആരും നിന്തിരുവഴി ഒഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ പൂമണ്ഡലേ ശ്രീരാമനത് കേട്ട് ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമകൾ ചെയ്തത് വഴിപോലെ കേട്ടാലും എങ്കിലത് ഗുഹ്യമാ ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാ സംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്ന് ജഗത്രയെ മായയാലാകുന്നത് നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ട് രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാണ്ടമാം അവിദ്യാരൂപതും സംഘാതിദോഷങ്ങളെ സംഭവിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേത് ആനന്ദപ്രാപ്തി ഹേതു ഭൂതയെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. രജ്ജഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതും ഒന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായ ഹൃദയം തന്മൂലം പുത്രകളത്താൽ സംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധിയും മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തുകണ്ടാലും ഒരു മിച്ചിരിക്കുന്നവല്ലോ ക്ഷേത്രമായത് ദേഹമെന്നുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കിൽ നിന്ന് വേറൊന്ന് ജീവനതും നിർണയം പരമാത്മാ നിസ്തലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലോ. ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞാന്മാരല്ലോ. മാനസം ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാ മഞ്ഞുഭാവവും മകളെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ കിടക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കിത്തൻ മനസ്സെ വിഷയസൗഖ്യങ്ങളെ ചിന്തിക്കാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകും വെങ്കലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യേവിധ ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്ത് ശക്തിയും എന്നെങ്കിലും കൂടാതെ നിരന്തരവും ഇഷ്ടാനിഷ്ട പ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായ വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും. ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യർത്ഥങ്ങൾ അവലോകനം ചെയ്ത് വൈദികർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മാനസേ വികല്പങ്ങൾ ഏതുമേയുണ്ടാക്കൊല്ല. ആത്മാവാകുന്നതെന്നുണ്ടോ കേളതും അത് എങ്കിൽ ആത്മാവല്ലല്ലോ. ദേഹപ്രാണ ബുദ്ധിയഹങ്കാരം മനസാദികളൊന്നും വച്ചിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ നിൽപ്പിത ചിതാത്മാവ് ശുദ്ധവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിക ഉൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്ന വഴി എന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ
ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ ഞാനിതെന്നറിവിന് സാധകമാകയാലേ സർവത്ര പരിപൂർണാത്മാവ് ചിദാനന്ദൻ സർവസത്വാന്തർഗത ഗതന പരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ പരനവ്യൻ ജഗന്മയൻ യോഗേശ നജ ന ഗിരാധരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദി ലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാദികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനാചാര്യ ശാസ്ത്രോപദേശ ജ്ഞാനം ആത്മനോരേവം ജീവപരയോർ മൂലാവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്ന് ലയിച്ചിടുമ്പോൾ ഉള്ളോരവസ്ഥയല്ലോ മുക്തി ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവെന്നേ. ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മൽഭക്തി ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരുന്തോറും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണിരാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവിധ വണ്ണമേ ശ്രീരാമഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനെ നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം ഭക്തിക്ക് കാരണവും എന്തെന്ന് കേട്ടാലും നീ മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമമേതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമന്യേ സാധിച്ചു കൊള്ളുകയുമത. പൂജനം വന്ദനം ഭാവനം ദാസ്യം നല്ല ഭൂതനമഗ്നി പ്രാണാം കൊടുക്കയുമത. മൽക്കഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുത മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും. ഭക്തി വർത്തിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ. ഉള്ളവർ അവരല്ലോ ഭക്തിയുക്തന് ജ്ഞാനവൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം മമ ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം അത്യര കൃത്യമായി പാഠം ചെയ്കിൽ അജ്ഞാനമകന്നു പോവും. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും.